എൻ്റെ അമ്മ മാതാവിനും എൻ്റെ ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. കാരണം ഇങ്ങനെയൊരു അവസരം എനിക്ക് തന്നത് എൻ്റെ അമ്മ മാതാവ് മാത്രമാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ശേഷമാണ് എനിക്കിങ്ങനെയൊരു സാക്ഷ്യം പറയാനൊരു അവസരം കിട്ടിയത്. എൻ്റെ പേര് മേബിൾ മാത്യു. ഇതെൻ്റെ മമ്മി ജെസ്സി. ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ നിന്ന് വരുന്നു. 2023 സെപ്റ്റംബർ മാസം 9-ാം തീയതിയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും. അതിനുണ്ടായ കാരണം, എനിക്ക് സോറിയാസിസിൻ്റെ ഒരു അസുഖം ഉണ്ടായിരുന്നു. 2 വർഷത്തോളമായിട്ടത് ഉണ്ടായിരുന്നു. പക്ഷേ അത് സോറിയാസിസ് എന്ന രീതിയിലേക്ക് വന്നത് മനസ്സിലാക്കിയത് കുറച്ച് വൈകിയാണ്. ആദ്യം എൻ്റെ 2 കൈകളിൽ തൊലി പോകുന്ന പോലെ അങ്ങനെ ഒരു രോഗം പോലെയാണ് വന്നത്. സോപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല. സോപ്പ് ഉപയോഗിക്കാൻ ഭയങ്കരമായിട്ട് നീറുമായിരുന്നു. അപ്പോൾ സോപ്പിൻ്റെ അലർജി ആണല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞങ്ങളത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. പിന്നെ അത് കൂടി വന്നു. ഭയങ്കരമായിട്ട് നീറ്റിൽ വന്നു. തുണിയൊന്നും വാഷ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് കുളിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. കുളിക്കുന്ന സോപ്പ് പോലും ഉപയോഗിക്കാൻ പറ്റുകയില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ആശുപത്രി ചെന്നപ്പോൾ ആശുപത്രിയിൽ ഡോക്ടർ പറഞ്ഞു, അത് സോപ്പിൻ്റെ അലർജിയാണ്, കുഴപ്പമില്ല, മാറിക്കോളും, ഞാൻ ഓയിൽമെൻറ്റ് തരാം, ഗുളിക ചൊറിച്ചിലുണ്ടെങ്കിൽ ഗുളികയും തരാമെന്ന് പറഞ്ഞു. അത് കഴിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ അതങ്ങ് നല്ലപോലെ വാടി കുറഞ്ഞു. പിന്നെ വലിയ കുഴപ്പമില്ലാതെ പോയി. ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീടത് ഒന്നുകൂടെ വന്നു. പക്ഷെ പിന്നെ വന്ന രീതി എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഭയാനകമായ രീതിയിലാണ് വന്നത്. അതായത് എൻ്റെ 2 കയ്യിൽ മൊത്തം വിരലും ചൊറിഞ്ഞിട്ട് പൊട്ടി പഴുത്തു. ഞാനൊരു പെണ്ണാണ്, നിങ്ങൾക്കറിയാം. ഒരു പെൺകുട്ടിക്ക് എന്തെല്ലാം ജോലി വീട്ടിൽ ചെയ്യാൻ പറ്റും, അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് മമ്മിയെ സഹായിക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ ഉടുപ്പ് പോലും ഇടാൻ പറ്റുന്നില്ല. എനിക്ക് തലമുടി ചെയ്യാൻ പറ്റുന്നില്ല. ഞാനൊരു തലമുടി പകുതി വെട്ടി വരെ കളഞ്ഞു. എനിക്ക് ഒരു പണി നിങ്ങളോട് എങ്ങനെ പറഞ്ഞ് എനിക്ക് അവതരിപ്പിക്കണമെന്ന് അറിയത്തില്ല. അത്രമാത്രം ഞാൻ അനുഭവിച്ചു. എൻ്റെ 2 കൈയിൽ നിറച്ചും ഈ സോറിയാസിസ് ആയിരുന്നു. ഞാൻ എന്നിട്ട് പ്രാർത്ഥിച്ചു പോയി, ദൈവമേ, ഇത് കാലയിലായിരുന്നെങ്കിലും വേണ്ടില്ലായിരുന്നു, നീ എന്തിനാ ഇത് കയ്യെ തന്നോന്ന് വരെ ഞാൻ ആലോചിച്ച് പറഞ്ഞു പോയി. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. കാരണം അത്രയ്ക്കും നീരായിരുന്നു എൻ്റെ കൈ നിറച്ചും. അതായത് എൻ്റെ കൈക്ക് തന്നെ ഒരു 2 കിലോ വെയിറ്റ് വരെ നീരുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് എൻ്റെ വിരൽ മടക്കാൻ പറ്റുന്നില്ല, വിരൽ നൂർക്കാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഇങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു എൻ്റെ കൈ. ഒരിക്കലും എൻ്റെ ഈ കൈ തിരിച്ചു കിട്ടില്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അത്രത്തോളം ഞാൻ വേദന അനുഭവിച്ചു. ഒരിക്കലും ആരോടും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തത്ര വേദന. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. 2023 സെപ്റ്റംബർ 9 വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ